ട്രംപിൻ്റെ ഒരു കാര്യമെടുത്ത് പരിശോധിക്കുമ്പോൾ ഇനി എന്തെങ്കിലും ഒക്കെ കുതന്ത്രങ്ങൾ ഉണ്ടാകുമോ? അതോ അദ്ദേഹത്തിന് അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഉപദേശം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പോയാൽ ശരിയാവില്ല, നമുക്ക് വെള്ളം കുടിക്കേണ്ടി വരും. ആ, ആ ആ, കാരണം ട്രംപിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് അടുത്ത കാലത്തൊന്നും ഞാൻ ഇത്തരത്തിലൊരു രാഷ്ട്ര നേതാവിൻ്റെ നീക്കുപോക്കുകൾ അല്ലെങ്കിൽ ഈ മലക്കം മറിച്ചിലുകൾ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ ഈ ട്രംപിനെ എത്രത്തോളം വിശ്വാസത്തിലെടുക്കാൻ സാധിക്കുമെന്നുള്ളത് വളരെ പോയിൻ്റാണ്. കാരണം നമ്മൾ ബാക്കിയുള്ള റഷ്യ ചൈന സംഭവങ്ങളൊക്കെ ആ റൂട്ടൊക്കെ ഒന്ന് ക്ലിയറാക്കി വെക്കുകയാണ്. അതിനിടയിൽ വീണ്ടും വരികയാണ്, അളിയാവ നമുക്ക് സംസാരിക്കാം എന്ന് പറയുന്നു. അളിയനെ നേരത്തെ ചീത്ത പറഞ്ഞാണ്, വെള്ളമടിച്ച് ചീത്ത പറഞ്ഞ ആൾ വീണ്ടും തിരിച്ചു വിളിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെ നമ്മൾ ഇത്തരത്തിൽ ഒന്ന് ക്ലിയറാക്കി വെക്കുമ്പോൾ വീണ്ടും ഈ ട്രംപുമായി ചർച്ച ചെയ്യാൻ പോകുന്നു. ആ രീതിയിലേക്ക് നമ്മൾ പോകില്ല എന്ന് തോന്നുന്നു. ബുദ്ധിമാന്മാരായ ആളുകളാണ് പുടിനും ഷീ ജിൻപിങ്ങും. വിടുവ പറയുന്നവരല്ല. അവർക്കറിയാം ഒരു ഗ്ലിറ്ററിങ് ഗ്ലോറിഫൈഡ് ലുട്ടാപ്പിയാണ് ട്രംപ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി അവർക്കുണ്ട്. അതുകൊണ്ട് ആവനാഴിയിൽ ലുട്ടാപ്പിയുടെ ആവനാഴിയിൽ അനേക അസ്ത്രങ്ങൾ ഉണ്ടാവും, അൺകൺവെൻഷണൽ വെപ്പൺസ്. പക്ഷെ ഒരെണ്ണം എടുത്ത് മാത്രമാണ് പ്രയോഗിക്കുന്നത്. ടാരിഫ് എന്ന് പറയുന്ന ഒരൊറ്റ അസ്ത്രം എടുത്ത് സ്ഥാനത്തും അസ്ഥാനത്തും പ്രയോഗിക്കുമ്പോൾ അതിനുള്ള പ്രതിരോധ കവചങ്ങൾ എല്ലാവരും ഒരുക്കി. അപ്പോൾ അതറിയാവുന്നത് കൊണ്ടാണ് എല്ലാവർക്കും വേണം, ഇത് വേണം, ഇത് ആവശ്യമാണ്. കാരണം അതുകൊണ്ടാണ് വേൾഡ് ഓർഡർ ചേഞ്ചിനെ കുറിച്ച് വലിയ ചർച്ചകൾ. ഓരോ ചർച്ചയും ഇന്ത്യയിൽ നടക്കുന്നതിനേക്കാളും കൂടുതൽ ചർച്ചകൾ അമേരിക്കയിൽ നടക്കുന്നുണ്ട്. ഈ പാരഡൈം ഷിഫ്റ്റിനെ കുറിച്ചും വേൾഡ് ഓർഡർ മാറി മറിയുന്നതിനെ ഇപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് അനുകൂലമാകുന്ന ഒരു വേൾഡ് ഓർഡർ ആണ് നിലവിലുള്ളതെന്ന് തോന്നാമെങ്കിലും അങ്ങനെയല്ല പൂർണ്ണമായി. ഒരു 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 ചേഞ്ചിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് 2020 കടന്നു പോകുന്നത്. 2000 ആണ്ടിൽ അമേരിക്ക ഉണ്ടായിരുന്ന ഒരു പ്രാമുഖ്യം ഇന്നില്ല എന്നോർക്കണം. ഒരു മൾട്ടി പോളാർ വേൾഡ്, ഇപ്പം യഥാർത്ഥത്തിലൊരു യൂണിപോളാർ ഫോർമേഷൻ വരുന്നത് 1989-90 മുതൽ സോവിയറ്റ് യൂണിയൻ തകർന്നത് മുതൽ ഉണ്ടായതും 2000 ആണ്ടോടെ ഏതാണ്ട് അമേരിക്കയുടെ മാത്രം ഒരു പ്രഭാവം, അത് 9/11-2001 വന്നപ്പോഴാണ് ആ ഒരു പ്രഭാവത്തിന് മറ്റൊരു ആംഗിളും കൂടെ ഉണ്ട് എന്നും ഒക്കെ മനസ്സിലായത്. ഇപ്പോൾ അത് മൾട്ടി പോളാർ ആണെന്ന് നമ്മൾ പറയുമ്പോഴും മനുഷ്യൻ കാണാതെ പോകുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇറ്റ് നോട്ട് ജസ്റ്റ് മൾട്ടിപോളാർ, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ആറ്റമൈസ്ഡ് വേൾഡ് ഓർഡർ. ഓരോ ചെറിയ രാജ്യത്തിനും അതിൻ്റെതായ ശക്തിയുണ്ട്.